ശിവഗിരി തീർത്ഥാടന ഉദ്ഘാടന സഭയിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ലോക ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിൽ സനാതനധർമ്മത്തെയും ശ്രീനാരായണ ഗുരുദേവനെയും അതേപോലെ തന്നെ തിരുവിതാംകൂർ മഹാരാജാവിനെയും ഒക്കെ അപമാനിക്കുന്നതായ, അവഹേളിക്കുന്നതായ, അപമതിക്കുന്നതായ പ്രസ്താവ്യം വാസ്തവത്തിൽ നീചമായ ഒരു നടപടിയായിപ്പോയി, നിന്ദ്യമായ നടപടിയായിപ്പോയി. ഇത് കമ്മ്യൂണിസം ഒരു മതമായി കരുതുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സനാതനധർമ്മത്തോടുള്ള വിരോധവും സനാതനധർമ്മത്തെ തരം കിട്ടുമ്പോഴൊക്കെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഈ നടപടികൾ ഇവർ സ്ഥിരമായി ചെയ്യുന്ന നടപടികളാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ അവർ പ്രചരിപ്പിച്ചിരുന്നു, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, ഇസ്ലാം മതം കറുപ്പാണെന്ന് പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചങ്കൂറ്റമുണ്ടോ? ഇതര മതവിഭാഗങ്ങളെ ആരെയെങ്കിലും അദ്ദേഹം ഇതേമാതിരി അധിക്ഷേപിക്കുമോ? അപ്പം ഇത്തരത്തിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, ക്ഷേത്രങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രങ്ങളാണ്, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തീരും, ഒരു ക്ഷേത്രം നശിച്ച് അവിടെ മരച്ചീനി കൃഷി ചെയ്താൽ അത്രയും പട്ടിണി മാറും എന്നൊക്കെ പ്രസംഗിച്ച് നടന്നിരുന്നവർ, എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നവർ ഇന്ന് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലേക്കൊക്കെ കടന്നുകൂടുകയും വിശ്വാസി സമൂഹമായി ചമയുകയും ചെയ്യുകയും ഒപ്പം അവരുടെ പാർട്ടി സമ്മേളന വേദികളിൽ ഇസ്ലാമിക സഹോദരങ്ങൾക്ക് നിസ്കരിക്കാനുള്ള പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് സനാതനധർമ്മ വിശ്വാസികൾ എന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നിർവഹിച്ചു വരുന്നത്. ഇത് ഇവിടുത്തെ സാമാന്യ ജനത ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, വിശ്വാസി സമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് ഇദ്ദേഹം ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുന്നു? അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മന്ത്രിമാരെ, അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ സ്പീക്കർ ഒക്കെ തന്നെയും ഹിന്ദുക്കളെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, അവമതിക്കുന്ന ഈ നിലപാടുകൾ ഇദ്ദേഹം അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ. ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ പോലീസ് സംരക്ഷണ വലയം തീർത്ത് പ്രവേശിപ്പിച്ചതായ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സന്തോഷം അതിര് കടന്ന സന്തോഷമായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതായ ദൃശ്യങ്ങൾ ഇന്നും പൊതു ഹിന്ദു സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു നൊമ്പരപ്പോടെ ഇന്നും ശേഷിക്കുകയാണ്. അത് ഇവരൊക്കെ തന്നെയും എനിക്ക് വളരെ തമാശയായി തോന്നിയ ഒരു രംഗമുണ്ടായിരുന്നു. വന്ധ്യവയോധികനായ മുൻ മുഖ്യമന്ത്രി ശ്രീ സഖാവ് അച്യുതാനന്ദൻ സഖാവ് VS, അദ്ദേഹം തൻ്റെ ജന്മദിനത്തിൽ ചന്ദനമൊക്കെ പൂശി നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഈശ്വര ആരാധനയോടെ തൻ്റെ ബാല്യവും യുവത്വവും കൗമാരവും ഒക്കെ ഹിന്ദു വിരുദ്ധമായ സംവിധാനങ്ങൾക്ക് കുടപിടിച്ചുകൊണ്ട് ഹിന്ദുത്വത്തെ അപമാനിച്ചിട്ട് അവസാന സന്ദർഭങ്ങളിൽ സുധാകരൻ രാമായണം പാരായണം ചെയ്യുന്നു, ശ്രീമഹാഭാഗവതം പാരായണം ചെയ്യുന്നു. അതിൻ്റെ ആ പാരായണ ശീലികളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അതേപോലെ VS അച്യുതാനന്ദനും ഒക്കെ. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ തന്നെയും പിണറായി വിജയനും ഭാഗവതവും രാമായണവും ഒക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ ചെയ്ത അപരാധങ്ങൾക്ക് സർവേശ്വരനോട് മാപ്പിരക്കുന്നതായ ഒരു സ്ഥിതിവിശേഷം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് കാണാൻ കഴിയും. ശബരിമല വിഷയത്തിൽ എത്രത്തോളം ഹീനമായ പരാമർശങ്ങളും എത്രത്തോളം നിഷ്ഠൂരമായ നടപടികളും അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹം എന്താണ് പറയുന്നത്? നാം ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സനാതനധർമ്മത്തെ നാം ആലോചിച്ച് നോക്കണം, എത്രത്തോളം പവിത്രമായിട്ടുള്ളതാണ്. ആ സനാതനധർമ്മത്തിൻ്റെ യുക്തിഭദ്രത
ഒരു മനുഷ്യൻ്റെ മാത്രമല്ല ജന്തുജീവജാലങ്ങളുടെയും വൃക്ഷലതാദികളുടെയും ജീവിതത്തെ പരമമായ സന്തോഷത്തിലേക്ക് ആനന്ദത്തിലേക്ക് നയിക്കുന്നതായ ആ സംവിധാനത്തെ ബഹുജന സുഖായ ബഹുജനഹിതായ ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുധൈവ കുടുംബകം ഇത്യാദി ഉദ്ബോധനങ്ങൾ സനാതനധർമ്മത്തിൻ്റെ സംഭാവനകളാണ്. അങ്ങനെയുള്ള സനാതനധർമ്മത്തിൻ്റെ വിരോധിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പുതിയ തന്ത്രമാണ്, പുതിയ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും മെനയുന്നതിൻ്റെ ബാക്കിപത്രമായിട്ടാണ് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുത്ത വേദി അത് കഷ്ടമായി പോയി, അത് ആവശ്യമില്ലായിരുന്നു. അവിടെ പൂർണ്ണമായും വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും ശക്തമായി അതിനെതിരെ ഉടനടി പ്രതികരിച്ച ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളോട് അങ്ങേയറ്റത്തെ ബഹുമാനം തോന്നുന്നു. തെറ്റിദ്ധാരണാപരമായ സമീപനത്തിലൂടെ ഹിന്ദു സമാജത്തെ ശിഥിലീകരിക്കുവാൻ ഇറങ്ങിത്തിരിച്ചാൽ അതിനെ അതിശക്തമായി നേരിടും എന്നതിന് രണ്ടു പക്ഷമില്ല. നമസ്കാരം.